റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, നമ്മൾ ഫിഖ് ഓഫ് റമദാൻ്റെ ക്ലാസ്സാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് നോമ്പ് വീട്ടാനുള്ളതും വീട്ടേണ്ട ആവശ്യം നിർബന്ധമില്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് നോമ്പ് മുറിക്കാൻ അലൗഡ് ഉള്ളത് എന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ആ സെയിം ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ്സാണ് പറയാൻ പോകുന്നത്. നോമ്പിനെ അസാധുവാക്കുന്ന ബ്രേക്ക്, അതായത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ആക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കൽ, മദ്യപാനം, പുകവലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. മനസ്സിലായോ? മനഃപൂർവ്വം ഛർദ്ദിക്കുന്നതും, വലിയ അളവിൽ രക്തം പുറത്തെടുക്കുന്നു. അതായത് ഇഫ് യു ആർ ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിൽ ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് വരുന്നതിൽ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ടെസ്റ്റോ കാര്യങ്ങളോ, അത് ഒരുപാട് എമൗണ്ടാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും ഷുഗർ ടെസ്റ്റെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് അങ്ങനെ അസാധുവാകില്ല. ഇഫ് ഇറ്റ് ഈസ് എ വെരി ബിഗ് എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് നമുക്ക് ഈ പ്രശ്നം വരുള്ളൂ. ഡൊണേഷൻ എസ്പെഷ്യലി, മനസ്സിലായി, നമ്മളൊരു ബാഗിൽ ഇത്രയും ലിറ്റർ ചോര നമ്മൾ ഡൊണേറ്റ് ചെയ്യുമല്ലോ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ നോമ്പ് മുറിയും. ആർത്തവം അല്ലെങ്കിൽ ജനനത്തിന് ശേഷമുള്ള രക്തസ്രാവം, ഓക്കെ. പിന്നെ ലൈംഗിക ബന്ധം, സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ നോമ്പ് എന്തായാലും ഇൻവാലിഡായി. മനസ്സിലായ? പിന്നെ എക്സ്ട്രാ ഒരു പോയിൻ്റ്, മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ചെയ്യൂലേ, അതും ശരിക്കും ഇൻവാലിഡ് ആകുന്നതാണ്. പിന്നെ പ്രധാന നിയമം എന്താണ് ഇതിൻ്റെ റൂളിംഗ്? ഉപവാസം ഇപ്പോഴും സാധുവാകുന്ന സാഹചര്യം. ഓക്കെ. സോ ഇഫ് അറ്റ് ഓൾ ഈ കാരണങ്ങൾ കൂടാതെ, ഇപ്പോൾ ഞാൻ മേലെ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്റ്റിൽ അത് മുറിയാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഈ നിയമത്തെയോ അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചോ അജ്ഞത, ദാറ്റ് യു വെയർ അൺഅവെയർ ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നോമ്പ് മുറിയുമെന്ന് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ആ നോമ്പ് അവിടെ ആക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അത് അറിയില്ല എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. നമ്മൾ ആസ് എ മുസ്ലിം വി ഹാവ് ടു ഗെയിൻ ദിസ് നോളജ്. റമദാനിലെ ഫിഖ്, ഉംറ ചെയ്യുമ്പോഴുള്ള ഫിഖ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമസ്കാരത്തിൻ്റെ ഫിഖ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നിയമത്തിൻ്റെ സമയത്തെക്കുറിച്ചോ അജ്ഞത, അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അൺഅവെയർ ആയിരുന്നു, യു ഡിഡ്ന്റ് നോ ഇറ്റ്, സോ യുവർ ഫാസ്റ്റിംഗ് ഈസ് വാലിഡ്. പിന്നെ മറവി, മനഃപൂർവ്വമല്ലാതെ അറിയാണ്ട് ചിലപ്പോൾ ഉണ്ട് അറിയാതെ പെട്ടെന്ന് വെള്ളം കുടിച്ച് പോക്ക്, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ. സോ അത് അറിയാണ്ട് കഴിച്ചു പോയി ഭക്ഷണം, പക്ഷേ പിന്നീടാണ് ഓർത്തത് അയ്യോ എനിക്ക് നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ നോമ്പ് മുറിയില്ല. മനസ്സിലായല്ലോ? പിന്നെ നിർബന്ധിതമായി, കമ്പൾഷൻ, ആരെങ്കിലും നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം ബ്രേക്ക് ചെയ്ത്, ഓക്കെ, യുവർ ഫാസ്റ്റ് വാസ് ബ്രോക്കൺ ബൈ സമ്മൺ, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് മുറിക്കേണ്ടി വന്നു. സോ അങ്ങനെയുള്ള കാര്യത്തിൽ ഉപവാസം സാധുവാകും എന്നാണ് പറഞ്ഞത്. എക്സെപ്റ്റ് ഫോർ പീരിയഡ്സ് ഓർ നിഫാസ്. നിഫാസ് എന്താണ്? പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ്, ഓക്കെ, പ്രസവത്തിന് ശേഷമുള്ള ബ്ലീഡിങ്. ഇനി വിട്ടുപോയ നോമ്പുകൾക്ക് നഷ്ടപരിഹാരം എങ്ങനെയാണ് നമ്മൾ നൽകേണ്ടത്? ന്യായമായ ഒഴുകഴിവില്ലാതെ ഒരാൾ നോമ്പ് മുറിക്കുകയാണെങ്കിൽ അവൾ ഒരു വലിയ പാപം ചെയ്തു ആൻഡ് പശ്ചാത്തപിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. അതായത് ഒരു റീസണും ഇല്ലാതെ വെറുതെ നിങ്ങൾ നോമ്പ് മനഃപൂർവ്വം കട്ട് ചെയ്ത് മുറിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് തൗബ ചെയ്ത് മടങ്ങണം. കൂടാതെ അടുത്ത റമദാന് മുമ്പായി നഷ്ടമായ ദിവസങ്ങൾ നോമ്പെടുക്കണം. സോ യു ഹാവ് ടു മേക്ക് അപ്പ് ദ മിസ്ഡ് ഫാസ്റ്റ്. ഒരു അടുത്ത റമദാൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ആ വിട്ടുപോയ നോമ്പുകൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് അനാവശ്യമായിട്ട് കട്ട് ചെയ്ത ആൾക്കാരാണ്. പിന്നെ പീരിയഡ്സ് ആയ സ്ത്രീകളും മാക്സിമം അടുത്ത നോമ്പിന് നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഇവിടെ പ്രസവത്തിൻ്റെതോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ. ബിക്കോസ് നമുക്കറിയാം 2 വർഷം വരെ നമ്മൾ പാൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എടുത്ത് തീർത്താൽ മതി എന്ന് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, സ്ത്രീകൾക്ക് ചെറിയൊരു അനുവാദം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ന്യായമായ ഒരു ഒഴികഴിവോടെ ഒരാൾ നോമ്പ് മുറിക്കുകയാണെങ്കിൽ അടുത്ത റമദാന് മുമ്പ് നഷ്ടപ്പെട്ട ദിവസങ്ങൾ അവൻ ഉണ്ടാക്കണം. വാർദ്ധക്യം കാരണം ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിയാതെ വരികയോ ഭേദമാക്കാൻ കഴിയാത്ത രോഗമുണ്ടെങ്കിൽ റമദാനിൽ നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും അവൾ ദരിദ്രനായ മുസ്ലിമിന് ഭക്ഷണം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, രോഗം മൂലം അല്ലെങ്കിൽ കടുത്തത്തിലായാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ നോമ്പ് വീട്ടേണ്ട ആവശ്യമില്ല. പകരം ദേ ഹാവ് ടു ഫീഡ് 1 പുവർ പേഴ്സൺ. 15 നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ 15 നോമ്പിൻ്റെ ആ 15 ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലൈംഗിക ബന്ധം മൂലം നോമ്പ് മുറിയുകയാണെങ്കിൽ വി നോ
ലൈക്ക് ചില സഹോദരന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോമ്പിൻ്റെ ടൈമായിരിക്കും, ചിലപ്പോൾ നോമ്പിന് മുമ്പായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പം മേ ബി വി ഡോണ്ട് നോ, എല്ലാം അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ പെട്ടുപോയി, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്ലേ? വാട്ട് ഷുഡ് വി ഡു? അങ്ങനെ ആയിപ്പോവും മനുഷ്യന്മാരാന്ന്. കാരണം സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ലൈംഗിക ബന്ധം മൂലം നോമ്പ് മുറിയുകയാണെങ്കിൽ വാട്ട് ഷുഡ് യു ഡു? അവൻ അല്ലെങ്കിൽ അവൾ ഒരു പാപം ചെയ്തിട്ടുണ്ട്. യെസ്, ദി ഹാവ് മെയ്ഡ് എ ബിഗ് സിൻ. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങുക. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വിട്ടുപോയ നോമ്പ് എടുക്കുകയും വേണം. ഓക്കെ, ലിസൺ ടു ദിസ് പ്രോപ്പർലി. വിട്ടുപോയ നോമ്പ് എടുക്കുകയും വേണം. ഒരു അടിമയെ മോചിപ്പിക്കുക, അതായത് യു ഹാവ് ടു ഫ്രീ എ സ്ലേവ്. നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം കേട്ടോ സഹോദരിമാരെ. ആ ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് ചിലപ്പോൾ നിങ്ങൾ കമ്പൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ അതിൽ എന്താ പറയുക, അതൊരു കമ്പൽസറി ആയിട്ട് അവരത് ചിലപ്പോൾ അവരുടെ നോമ്പ് വിട്ടുപോയിട്ടുണ്ടാവും, മുറിഞ്ഞു പോയിട്ടുണ്ടാവും. മനസ്സിലായ? കാരണം പുരുഷന്മാരാണല്ലോ നമ്മളെ ഫസ്റ്റ്, ഭർത്താക്കന്മാരാണല്ലോ ഫസ്റ്റ് ഇതിന് പ്രേരിപ്പിക്കുക. എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുമെന്ന് നോമ്പിൻ്റെ സമയത്ത്. ബട്ട് ഡ്യൂ ടു സം എന്താ പറയുക, അങ്ങനത്തെ ഫീലിങ്സ് വരുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർ തന്നെ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ ഭാര്യമാർ ചിലപ്പോൾ അതിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് ഇവിടെ സഹോദരിമാർക്ക് മനസ്സിലാവും അതിൻ്റെ സിറ്റുവേഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ആ നോമ്പ് വീട്ടണം. പിന്നെ അതേപോലെ അടിമയെ മോചിപ്പിക്കുക. യു ഹാവ് ടു ഫ്രീ എ സ്ലേവ്. ഓക്കെ, അപ്പോൾ സ്ലേവ്സ് ഇപ്പോൾ ഇവിടെ നമുക്കൊന്നും സ്ലേവ് ആയിട്ടുള്ള ആരും നമുക്കറിയില്ല കേരളത്തിലൊന്നും. പിന്നെ തുടർച്ചയായി അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ആ സ്ലേവിനെ ഫ്രീ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 മാസം ഉപവസിക്കുക. ഇസ് ഇറ്റ് പോസിബിൾ? ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 2 മാസം കണ്ടിന്യൂസ് 60 നോമ്പ് നമുക്ക് എടുക്കാൻ പറ്റുമോ? അതും പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? 60 പുവർ പേഴ്സണ് നിങ്ങൾ കഫാറ നടത്തണം, ഫിദിയ കൊടുക്കണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ നോമ്പ് സമയം ഏർപ്പെട്ടാൽ കൊടുക്കണ നഷ്ടപരിഹാരം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം വേറെ എവിടെയും ഇല്ല. ഇപ്പോൾ മുലയൂട്ടുന്ന സ്ത്രീകളായിക്കോട്ടെ, അത് മുദ്ദ് കൊടുത്ത് നമുക്ക് ശരിയാക്കിയെടുക്കാം, നോമ്പ് വീട്ടാം. പിന്നെ രോഗം പിടിച്ച ആൾക്കാരായിക്കോട്ടെ, അത് നമുക്ക് അരി കൊടുക്കാം അല്ലേ? മെൻസ്ട്രുവൽ സൈക്കിൾ ആയിക്കോട്ടെ, അത് നമുക്ക് വീട്ടിൽ തീർത്താൽ മതി. അവിടെ അരി കൊടുക്കലും നിർബന്ധമില്ല. ബട്ട് ലിസൺ ടു ദിസ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോണ്ട? അത് നമ്മളെല്ലാവരും കാക്കട്ടെ, ആമീൻ. എസ്പെഷ്യലി ന്യൂലി വെഡ് കപ്പിൾസിനെല്ലാവർക്കും കൂടുതൽ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അത് ആ പാപമാണ് അത്. വെൻ യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ റമദാൻ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ, ഫ്രീ എ സ്ലേവ്. അത് പറ്റുന്നില്ലെങ്കിൽ 60 ഡേയ്സ് കോൺസിക്യൂട്ടീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കുക. അത് പോസിബിൾ അല്ലായിരിക്കും, ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാഹു ആലം. 3-മത്തേതാണ് 60 ആൾക്കാർക്ക് നിങ്ങൾ അരി കൊടുക്കുക. സോ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ 60 ആൾക്കാരുടെ ഹാഫ് സാ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ സാ എന്ന് പറയുന്ന ആ തൂക്കം എടുത്ത് അരി, ഇപ്പോൾ 2 ചാക്ക് അരിയോ 3 ചാക്ക് അരിയോ ആവുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും യത്തീംഖാനയിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നിങ്ങൾ വിതരണം ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. നോട്ട്, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കിക്കോ. നിർബന്ധിച്ചാൽ ഭാര്യയുടെ മേൽ കഫാറയില്ല. സോ ആരുടെ മേലെ കഫാറുള്ളത്? ഹസ്ബൻഡ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ബിക്കോസ് വി നോ മെൻ ആർ ദ പീപ്പിൾ അല്ല, ഭർത്താക്കന്മാർക്കാണ് ആ ഒരു ചിന്ത നോമ്പിന് സമയത്ത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലാഹു ആലം. സോ അതുകൊണ്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഭർത്താവാണ് ഭാര്യ നിർബന്ധിപ്പിച്ച് നീ നോമ്പ് മുറിച്ചിട്ട് എൻ്റെ കൂടെ ഈ ബന്ധത്തിൽ ഏർപ്പെടൂ എന്ന് പറയുമ്പോൾ ഭാര്യ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീ ഹാസ് ടു ഫോളോ അല്ലേ? അപ്പോൾ സ്ത്രീകളുടെ മേൽ കഫാറില്ല. പക്ഷെ എന്നിരുന്നാലും ആ കുടുംബത്തിൽ ആ നാഥൻ തന്നെയാണ്, ആ ഭർത്താവ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ 5-മത്തെ കാര്യം, നഷ്ടപ്പെട്ട ദിവസം വീട്ടുന്ന മുമ്പ് ഒരാൾ മരിക്കുകയാണെങ്കിൽ, ലിസൺ, ഒരാൾ മരിക്കും അല്ലേ? നമ്മളെല്ലാവരും മരിക്കും. അപ്പോൾ നോമ്പിൻ്റെ സമയത്താണെങ്കിൽ ഈ നഷ്ടപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ ഒരു അവകാശി ബന്ധുവിന് അല്ലെങ്കിൽ അവളുടെ പേരിൽ ഉപവസിക്കുകയോ ഭക്ഷണം നൽകുകയോ ചെയ്യാം. നോമ്പ് വീട്ടാനുണ്ടായിരുന്നു എന്ന് കരുതുക. അതായത് ഇത്രയും നോമ്പ് വീട്ടാനുണ്ടായിരുന്നു. അപ്പോൾ 6 നോമ്പ് വീട്ടാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുവോ അവരെന്താക്കണം, ആ ആളുടെ പേരിൽ നോമ്പ് എടുക്കാൻ പറ്റും. ആ 5 നോമ്പ് വീട്ടാൻ പറ്റും, 6 നോമ്പ് വീട്ടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ ആ ഒരു നോമ്പ് വീട്ടിൽ തീർക്കാം. മരിച്ച് കഴിഞ്ഞ ശേഷമുള്ള നോമ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, മരണത്തിന് മുമ്പ് വിട്ടുപോയ നോമ്പ് ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മര്യാദകളും സുന്നത്തുകളും നോമ്പിൻ്റെ ഡിസ്ലൈഡ് കർമ്മങ്ങൾ, അതായത് നോമ്പിന് നമുക്ക് അത്രയും പ്രോത്സാഹനം കൊടുക്കാത്ത കുറച്ച് കർമ്മങ്ങളുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവർക്കും ക്ലാസ്സസ് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം. ഓക്കെ, നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദ ക്ലാസ്, ഓക്കെ, നമ്മൾ എടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ച് ക്ലാസ് ഉണ്ട്, ഒരു 10-12 ക്ലാസ് ഇതിനുണ്ടാവുള്ളൂ. കുറേയൊന്നും ഫിഖ് ഓഫ് റമദാനിൽ ഡിസ്കസ് ചെയ്യാനില്ല, ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രമാണ്. എപ്പോഴും ഇത് എല്ലാവർക്കും യൂസ് ആവുന്ന ക്ലാസ്സാണ്. സോ ഇഫ് യു വാണ്ട് ടു ഫോർവേഡ് ദിസ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്. പബ്ലിക്കായിട്ടുള്ള ചാനൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് സ്ത്രീകളായാലും പുരുഷന്മാർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.